അവരുടെ സാന്നിധ്യത്തിൽ അന്നലീസ മിഷേൽ അവളായിരുന്നില്ല, മറ്റൊരാളായിരുന്നു. പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിൽ വളരെ ഡിസ്റ്റർബായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ ചീത്ത പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അന്നലീസ മിഷേൽ. എന്നാൽ ചീത്ത പറയുമ്പോൾ അവരുടെ സംസാരത്തിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പുരോഹിതന്മാർ നോട്ട് ചെയ്തു. അവർ വീഡിയോകൾ എടുക്കുകയും ഫോട്ടോകൾ എടുക്കുകയും എഴുതി വയ്ക്കുകയും ചെയ്തു. അവസാനം അവർക്കൊന്ന് മനസ്സിലായി, കുട്ടിയിൽ എന്തോ പ്രവേശിച്ചിരിക്കുന്നു. പുരോഹിതന്മാർ കുടുംബത്തോട് പറഞ്ഞു, പേടിക്കേണ്ട, എല്ലാം ശരിയാകും. അന്ന് തന്നെ ആ റിപ്പോർട്ട് സഭയ്ക്ക് അയക്കുകയുണ്ടായി. പക്ഷേ ഈ സംഭവത്തിന് ശേഷം അന്നലീസ മിഷേലിന്റെ അവസ്ഥ വളരെ മോശമാവാനുണ്ടായത്. അവൾ സ്വന്തം ശരീരത്തിൽ കടിക്കാനും അലറാനും സ്വയം വേദനിപ്പിക്കാനും തുടങ്ങി. ഇതെല്ലാം കണ്ട അവളുടെ കുടുംബം ഒരുപാട് വേദനിച്ചു. എന്നാൽ എല്ലാം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം അന്നലീസ മിഷേൽ വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് ഓടിക്കേറി. അവളുടെ കുടുംബം മുഴുവൻ അവളുടെ പുറകെ ചെന്നു. അവസാനം ആ ബിൽഡിങ്ങിന്റെ മുകളിൽ ചെന്ന് അവൾ എടുത്തു ചാടാൻ തുടങ്ങി. എല്ലാവരും ചേർന്ന് പിടിച്ചാണ് അവളെ താഴോട്ടിറക്കിയത്. പക്ഷേ വെറും 50 കിലോ മാത്രം ഭാരമുണ്ടായിരുന്ന ആ കുട്ടിയുടെ ശക്തി കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അവരെ എല്ലാവരെയും അവൾ തട്ടിത്തെറിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ഇതിൽ ഞെട്ടിക്കുന്നൊരു കാര്യം, അവൾ സംസാരിച്ചിരുന്ന ശബ്ദം ഒരു പുരുഷന്റെ ശബ്ദമായിരുന്നു. അത് വെറും ശബ്ദമായിരുന്നില്ല, ഒരു അലർച്ചയായിരുന്നു, ഒരു ക്രൂരനായ പൈശാചികമായൊരു ശബ്ദം. ഇതെല്ലാം കണ്ട് അവളുടെ അമ്മ ബോധം കെട്ട് വീഴുകയുണ്ടായി. മറ്റുള്ളവർ വളരെ ഭയത്തോടൊരു കാര്യം മനസ്സിലാക്കി. അന്നലീസ മിഷേലിന്റെ ഉള്ളിലിരിക്കുന്നത് സാധാരണ ഒരു പ്രേതമല്ല, വലിയ ഏതോ ശക്തനായൊരു ചെകുത്താനാണ്. എങ്കിലും വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും കൂടെ പിടിച്ച് അവളെ താഴെ ഇറക്കി. എന്നാൽ അപ്പോഴും അവൾ പറയുകയുണ്ടായി, നീയൊക്കെ എത്ര ശ്രമിച്ചാലും ഞാൻ ഇനിയും ആത്മഹത്യക്ക് ശ്രമിക്കും. ഈ സംഭവത്തോടു കൂടി കുടുംബം ആകെ തകർന്നു പോയി. അവർ സഭയോട് പോയി കേണപേക്ഷിച്ചു, ദയവായി എക്സോർസം ചെയ്യാനുള്ള അവകാശം തരൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ മകൾ ഞങ്ങളുടെ കൈവിട്ടു പോകും. അവസാനം ഗത്യന്തരമില്ലാതെ സഭ എക്സോർസം ചെയ്യാൻ അനുമതി നൽകി. അങ്ങനെ 2 പുരോഹിതന്മാർ എക്സോർസം ചെയ്യാനായി അവരുടെ വീട്ടിലെത്തി. അന്ന് മുതൽ 1 മാസത്തോളം നീണ്ടുനിന്ന എക്സോർസം എപ്പിസോഡിൽ 67 തവണയാണ് അവൾ എക്സോർസത്തിന് ഇരയായത്. ഒരു മനുഷ്യജീവിക്ക് അനുഭവിക്കാവുന്നതിൽ ഏറ്റവും കൊടൂരമായ വേദനകൾ ആ പാവം പെൺകുട്ടി അനുഭവിക്കാൻ പോവുകയാണെന്ന് ആരും അപ്പോൾ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാതെ അവളുടെ ശരീരം ആകെ ക്ഷീണിച്ച് എല്ലും തോലുമായിരുന്നു. മുടിയെല്ലാം കൊഴിഞ്ഞ് വികൃതമായ അവസ്ഥയിലായിരുന്നു. അവളുടെ ശരീരം മുഴുവൻ അവൾ തന്നെ മാന്തി പറിച്ച പാടുകളായിരുന്നു. അങ്ങനെ എക്സോർസിസം ആരംഭിച്ചു. വളരെ കഠിനമായ 10 മാസത്തോളം നീണ്ടുനിന്ന എക്സോർസിസം. അതിനിടയിൽ അവൾ കരയുകയും അലറുകയും ചീത്ത പറയുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ ആ പുരോഹിതന്മാർ കണ്ടുപിടിച്ചു എന്താണ് അവൾക്കുള്ളിലുള്ളതെന്ന്. ആ പുരോഹിതന്മാർ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ആ പെൺകുട്ടിയിൽ നിന്ന് ചെകുത്താൻ ഒഴിഞ്ഞു പോയിരുന്നില്ല. അതിന് കാരണം അവൾക്കുള്ളിൽ 1 or 2 പേരായിരുന്നില്ല, കൊടും ക്രൂരന്മാരായ 6 ചെകുത്താന്മാരായിരുന്നു. അതിൽ ഒന്നാമൻ നരകത്തിന്റെ അധിപനും ചെകുത്താന്മാരുടെ തലവനുമായ ലൂസിഫർ, രണ്ടാമൻ കൊടും ക്രൂരനായ ഹിറ്റ്ലർ, മൂന്നാമൻ പുരാതന ഗ്രീക്ക് രാജാവായ നീറോ, നാലാമൻ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കൊറിയാത്തോ, അഞ്ചാമൻ ബൈബിളിൽ പറയപ്പെടുന്ന ആദ്യ കൊല ചെയ്ത കായേൽ, ആറാമൻ വളരെ ക്രൂരനായ ഒരു പുരോഹിതനുണ്ടായിരുന്നു, വാലന്റൈൻ ഫ്ലേഷ്മാൻ. ഇത്രയും ചെകുത്താന്മാരായിരുന്നു അവരുടെ ശരീരത്തിൽ ഒരേ സമയം ഉണ്ടായിരുന്നത്. ഈ 6 പേരും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഇവരിൽ നിന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താമെന്ന് ആ പുരോഹിതന്മാർക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ലെങ്കിലും അവർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. ശരിക്കും പറഞ്ഞാൽ 22 വയസ്സായ പെൺകുട്ടി ഈ 6 ചെകുത്താന്മാരോട് പോരടിക്കുകയായിരുന്നു അത്രയും നാൾ. ആ പോരാട്ടങ്ങളിൽ അവൾ ഒരുപാട് നരകയാതനകൾ അനുഭവിക്കേണ്ടി വന്നു. അവർ പലപ്പോഴും ആ പെൺകുട്ടിയെ കൊണ്ട് ഒരു ദിവസം തന്നെ 1000-ൽ കൂടുതൽ തവണ മുട്ടുകുത്തുകയുണ്ടായി. അങ്ങനെ മുട്ടുകുത്തി അവളുടെ മുട്ടിൻ്റെ ചിരട്ടകൾ ഒടിഞ്ഞുപോയി. അവൾ നിലത്തിരുന്ന് മൂത്രമൊഴിക്കുകയും അത് നക്കി കുടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതെ പാറ്റയെയും പ്രാണികളെയും വരെ ഭക്ഷിച്ചു. എത്ര കൊടൂരമല്ലേ! ഒരു പക്ഷേ ഇത്രയും നരക ജീവിതം അനുഭവിച്ച, ഇത്രയും കഷ്ടപ്പെട്ട ഒരു എക്സോർസിസം അത് നേരിട്ടൊരു പെൺകുട്ടി ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. അവസാനം ഇത്രയും കൊടൂരമായ പീഡനങ്ങൾക്കൊടുവിൽ ആ പാവം പെൺകുട്ടി മരിക്കുകയുണ്ടായി. ഓർക്കുമ്പോൾ വളരെ വലിയൊരു വിങ്ങൽ നിർത്തിക്കൊണ്ട് അന്നലീസ മിഷേൽ എന്നും വളരെ വലിയൊരു ദയനീയ ഓർമ്മയായി എന്നും എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നു.